എടാ ഒരു ലഡു ഉണ്ടെങ്കിൽ താടാ. എന്റേതെന്ന് പറയാൻ എന്റെ 2 ലഡുവേ ഉള്ളൂ. തന്തയ്ക്ക് കൊണ്ടോടാ. ഇതാ എന്റെ കസിൻ ആകാശ് ഫ്രം ദുബായ്. ദുബായ്. ബ്രോന്റെ ഡാഡി എന്ത് ചെയ്യുന്നു? ഹീസ് എ വണ്ടർഫുൾ മാൻ. വൗ ഷിറ്റ്. ബ്രോന്റെ ഡാഡി? എനിക്ക് ഡാഡി ഇല്ല. ഓ സാഡ്. എന്റെ അച്ഛൻ റബ്ബറോട്ടാണെന്ന് ഇവനെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇവന്റെ അച്ഛൻ ലുലുമാളിന്ന് ഓഫറിന് വാങ്ങിച്ചത്. എന്താ ബ്രോ? അല്ല ദുബായിൽ ലുലുമാൾ ഉണ്ടോന്ന് ചോദിച്ചു. സി ബ്രോ, ലുലു എന്ന പേര് യൂസുഫക്കാക്ക് പറഞ്ഞു കൊടുത്ത എന്റെ വാപ്പയാണ്. അതെ അതെ, അതിനു മുമ്പ് അവർ അമ്പർ സുനി ഹൈപ്പർ മാൾ എന്ന് ഇടാൻ വെച്ചത്. എങ്കിൽ വാ നമുക്കൊരു ചായ മടേ തള്ളാം. സി ഇവിടെ ഒട്ടകപ്പാലി കിട്ടും. അവനെങ്കിൽ പിറകോട്ട് വിളി, പിന്നെ കൊടുക്കാം. എന്താ ബ്രോ? അല്ലല്ലേ, നമ്മുടെ ഇവിടെ സർക്കസിനൊക്കെ ഒട്ടകത്തെ കൊണ്ടുവരാറുള്ളൂ. സി എനിക്ക് ഒട്ടകപ്പാലില്ലാതെ പറ്റില്ല. അടുത്ത തവണ വരുമ്പോ ദുബായിലെ ഷേക്ക് ആയിരിക്കും എന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ മുരളി. ഓ മുരളി ഷേക്ക്. മുന്തിരി ഷേക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഡേയ് എപ്പോ വന്ന്? ഒറ്റയ്ക്ക് സൗദി പോകുന്നിടത്തൊന്നും നമ്മൾ മിണ്ടാറില്ല. എടാ ഞാൻ പോയിട്ട് നിങ്ങളെല്ലാരും കൊണ്ടുപോകില്ലേ? പിന്നെ ഇയാൾ വണ്ടർലാ പോവില്ലേ ഞങ്ങളെ ഇവിടെ കൊണ്ടുപോയി. ഇതാര് ചിട്ടി റോബോട്ടാ? നമ്മൾ ഒരുമിച്ച് രക്ഷപ്പെടുന്നല്ലേ നീ പറഞ്ഞേ? എടാ ടെക്നിക്കലി സ്പീക്കിംഗ് ഇറ്റ്സ് ഇമ്പോസിബിൾ. നമ്മൾ ഒരുമിച്ച് നടന്ന ഒരു കാലത്ത് രക്ഷപ്പെടൂല. എല്ലാവർക്കും അവനവന്റെ കാര്യം, എനിക്ക് മാത്രം എന്റെ കാര്യം. എടാ മറ്റന്നാ 8:30 ഫ്ലൈറ്റ്. പിന്നെ എന്റെ വീട്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ നാളെ വീട്ടിൽ എത്തിച്ചേക്കാം. ശംഭു, ഞാൻ ഇനി മണലാരണ്യത്തിൽ തിരിച്ചു വരുമ്പോ കുറച്ച് വാരി കൊണ്ടുപോവാ. നീ പിണക്കം കാണിക്കുവാണ്. ഫീലായ ചിരി വരുന്നു എനിക്ക്. ഈ മരുഭൂമിയിലൊക്കെ എത്ര പേര് കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഇല്ല. ഉണ്ട്. ഞാൻ AC റൂമില്ല. അതിന്റെ റിമോട്ട് കളഞ്ഞു കൂടെ പൊട്ടി. ഞാൻ സൗദി ചെന്നിറങ്ങുന്ന നല്ല സമയത്താ. അതെന്തോ സൗദിയിൽ ഓണോ? ഇതെന്തുവാന്നറിയാവോടാ? എന്റെ പൂപ്പിയുടെ മൃദുലമായ കൈ. ഇത് ഞാൻ മേടിച്ചു കൊടുത്തൊന്നുമല്ല. അല്ല, 5 മാസം മുമ്പ് എൻഗേജ്മെന്റിന് ഞാൻ ഇട്ട് കൊടുത്തത്. എൻഗേജ്മെന്റ് അടുത്ത മാസം അവരുടെ കല്യാണമാടാ. ഊപ്പിയല്ലടാ മഞ്ചാടി. ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് മാറത്തില്ലേ? അയ്യോ ഞാൻ മാറി ബ്രോ. ഇടയ്ക്ക് വിളിക്കുമ്പോ എൻഗേജ്ഡ് ആവുന്ന അല്ലാതെ എൻഗേജ്മെന്റ് കഴിഞ്ഞാലും എനിക്ക് അറിഞ്ഞുകൂടാ. ആറ്റൊരു കല്യാണം റെഡി ആയതാപ്പോ വിവാഹത്തിന്റെ ഇടയ്ക്ക് വിഹിതം ഉണ്ടാക്കാൻ വരരുതേ. എനിക്ക് സ്കോഷ് അടിച്ച് തന്നിട്ടല്ല അവന് നീ ക്രഷ് അടിച്ചു കൊടുക്കേണ്ടത്. അല്ല ഇവ എന്നോട്ട് ഈ വീട്ടിലെ പണിയൊക്കെ എടുത്തു തുടങ്ങിയത്? നീക്ക് എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നത്? ഗൾഫിൽ നിന്ന് വാപ്പ വന്നല്ലടാ. എടാ പാന്റ് ഊരാൻ പോലും ഒന്നും കുനിയാതെ അത് ചവിട്ടി ഊരുന്ന നീ ഇത്രയും പണി ചെയ്യുന്ന കണ്ടപ്പോഴേ ഞങ്ങൾക്ക് നിങ്ങളിവിടെ വന്നതിന്റെ കാര്യം പറ. അതെ ഇറങ്ങിട്ടോ. അതൊക്കെ പൊടി, ഇത് ആര് ഓടിച്ചോണ്ട് വന്ന ഈ വണ്ടി? ഞാൻ. അതെങ്ങനെയാ? ഞങ്ങള് രാവിലെ ചെറുതായിട്ടൊന്ന് മദ്യപിച്ചു. എന്റെ അച്ഛന് ഡ്രൈവിംഗ് സ്കൂൾ ആണെന്ന് അറിയാലോ. ഇവിടെയും ക്ലച്ച് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ആക്സിലേറ്ററും ഉണ്ട്, പിന്നെ സ്റ്റിയറിംഗ്. അത് ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ, പിന്നെ ഇടയ്ക്ക് ഞാൻ ഹോണും അടിക്കും. മദ്യപിച്ചോണ്ട് ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറാറില്ല. നിയമം അത് പാലിക്കാൻ രാഘവന്മാരുടെ മോയി എത്തിത്തോളാം. അവളുടെ വീട്ടിൽ ആലോചനകളൊന്നും തുടങ്ങി. ഒരു തേപ്പിനുള്ള കോളല്ലേ അത്? ഡാടാ അവക്ക് എന്നെ മതി. അവക്കൊക്കെ എന്തേലും. ഡാടാ നിന്നെയൊക്കെ വല്ലവന്മാരും തേച്ചിന്റെ ചിലപ്പോ എന്റെ അടുത്ത് തീർക്കില്ല. ഇങ്ങനൊക്കെ തന്നെ എല്ലാത്തിന്റെയും തുടക്കം. ഇതൊരു ഹിന്റാണ്. ഹിന്റോ? ആദ്യം അവര് കല്യാണാലോചന വന്നെന്നും പറഞ്ഞ് തളർത്തും. പിന്നെ പറയും ഇവിടെ ഫോട്ടോ കണ്ടപ്പോഴേ ചെറുക്കം കൂട്ടൊരു ഫ്ലാറ്റ്. പിന്നെ ചെക്കന് സർക്കാർ ഉദ്യോഗാണത്രേ, കുടുംബം സുരക്ഷിതം. പിന്നെ ഒരു റൈറ്റും ഉണ്ട്. എനിക്ക് പറ്റണില്ല. അവിടെ അതെ, വെള്ളം അടിച്ചിട്ട് വെറുതെ പെണ്ണുങ്ങളെ പറ്റി വേണ്ടാതിനും പറയല്ലേ. അയ്യോ പ്രേമമായ ഒന്നെങ്കിൽ ആണ് പറ്റിക്കും അല്ലെങ്കിൽ പെണ്ണ് പറ്റിക്കും. അതൊരു നാട്ടുകടപ്പ, അല്ലാതെ പെണ്ണുങ്ങൾ കുറ്റം പറഞ്ഞു. ഇതുവരെ എത്ര രൂപ പൊട്ടി? പ്രേമാകുമ്പം കുറച്ചൊക്കെ പൊട്ടുമല്ലോ. പൊട്ടും. ഈ പൊട്ട ഇപ്പോഴും ഐഫോൺ DMI അടച്ചോണ്ടിരിക്കുക. അവക്ക് വാങ്ങിച്ചു കൊടുത്ത ഇപ്പൊ പെണ്ണും ഇല്ല ഐഫോണും. എന്റെ അവള് 2000 രൂപയുടെ മേക്കപ്പ് സെറ്റ് ഇടത്തോളം. നീ വാങ്ങിച്ചു കൊടുത്തോ?
വെറും 5 വോട്ടിന് നമ്മുടെ യുവരാജ്. 5 വോട്ടിനാണോ തോറ്റ്? 5 വോട്ടാ കിട്ടിയോളന്ന്. അല്ല രാവിലേട്ടാ നമ്മൾ ഇപ്പൊ തന്നെ 6 പേരില്ലേ? പറഞ്ഞ നമ്മൾ 6 പേരുണ്ട്. ആരാടാ മാറ്റി കുത്തിയത്? ഗ്രീഷ്മ രാത്രി വിളിച്ച് കുത്തണമെന്ന് പറഞ്ഞു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞാ കൂടി. അല്ല അതിന്റെ ഇളയമുള കല്യാണം എന്തിനായി? അവ കന്യമതത്തിലുള്ള ഒരുത്തനായിട്ട് ചുറ്റിക്കളി. അയ്യോ, ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാന്ന് പറഞ്ഞവനെ വീട്ടിൽ വിളിച്ചെടുത്ത് കൈയൊക്കെ വെട്ടിക്കളഞ്ഞു. അയ്യോ, അപ്പൊ പുറത്തിറങ്ങിയാ കാലൂടെ വെട്ടിക്കളയൂന്ന് പറഞ്ഞു. പിള്ളേരുടെ സന്തോഷമല്ലടാ നമുക്ക്, പിന്നെ അവക്ക് ഭയങ്കര സന്തോഷമായി കാണും. ഭയങ്കര ഓവറാണ്. സാധനം മേടിക്കാൻ ആസനം ഇട്ടുണ്ട്, പെട്രോൾ കത്തിക്കാൻ ഞാൻ ഇവിടെ. അളിയ ഇത് നീ അല്ല അളിയ സംസാരിക്കാൻ, നിങ്ങളുടെ ഉള്ളിലെ വെള്ളം ഓടി സംസാരിക്കുന്ന. വെള്ളമല്ല, ഒരു ഫുൾ തുണിയില്ല മണി. ഒരു പെങ്കൊച്ചിനെ ഏതാ കഴിക്കിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാ. കണ്ട തന്റെ തല്ലിപ്പോ കൊച്ചനെ കണ്ട കൊണ്ടുപോകാം ഹോസ്പിറ്റൽ. അങ്ങനെ അതൊരു 10 അടിയും കൂടെ അവിടെ പെറുവല്ലേ ഇവിടെ. വിഷ്ണു എന്തിനാ എത്ര സന്തോഷം? സ്റ്റോറി നോക്കട്ടെ പ്ലീസ് നീ കാമനാ? നിന്നെ സ്വന്തമാക്കിടുന്നവര് നെഞ്ചില്ലാതി നീ പറയുന്നതെന്തുവാ ഹിന്ദിയോ മറാത്തി. ഇതുവല്ലേ എന്റെ കൈ കിട്ടണമായിരുന്നു. ഒറ്റ ഷോട്ട് തിരിക്കുമ്പോ ഭയങ്കര കളിയാണ്. എന്റെ കളിയാണെ രാത്രി എങ്ങനെ മെയിൻ മേശരിയായെന്നറിയാവോ? എങ്ങനെ എന്നൊക്കെ ചോദിച്ചാ വർഷാപ്പി പണിയാൻ പോയി. ചേട്ടൻ ഒരു സർവേയുടെ ഭാഗമായിട്ട് വരുമായിരുന്നേ. ചേട്ടൻ സിംഗിൾ ആണോ മാരീഡ് ആണോ? സിംഗിൾ. അപ്പൊ മാരീഡാ? അല്ല, ഞാൻ നോൺ വെജാ. ഒരു സ്മാർട്ട് വാച്ച് എടുത്താലോ എന്നൊരു ആലോചന. അതാകുമ്പോ ഞാൻ നടക്കുന്ന സ്റ്റെപ്പ് അറിയാം. ഒരു 2 ലഡു കൂടെ കിട്ടിയിരുന്നെങ്കിൽ. ലഡ്ഡു കിട്ടിയാ? ഇല്ലടാ, നിന്റെ കയ്യിലുണ്ടാ? ലഡ്ഡു ഇല്ല, 2 അച്ചപ്പം ഉണ്ട്. നിന്റെ കൂട്ടുകാരൻ എന്നോട് 1000 രൂപ മേടിച്ചായിരുന്നു. അവന്റെ പേരെന്തുവായിരുന്നു? ശംഭു ആണോ? അവൻ ശമ്പൂരോ? പാലനം വേണ്ട, അഗുണപതികാരം വേണ്ട, ഉപദേശങ്ങൾ പണ്ടേ സ്വീകരിക്കില്ല ശരമയ്യേ. ആ ഒരു ചോദ്യം ചോദിക്കാം. ഇടത്തോട്ട് ഇരിക്കുന്ന വണ്ടി വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടാ വലത്തുനിന്ന് വരുന്ന വണ്ടി എങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇടും? നമ്മളെന്തിനാ വല്ലതിന്റെ ഇൻഡിക്കേറ്റർ നോക്കുന്നത്? നമ്മൾ നേരെ അങ്ങ് പോകണം, അത്രേ ഉള്ളൂ. എന്ത് ചെയ്തു? എഞ്ചിനീയർ. എഞ്ചിനീയർ ആണെന്നോ? പഠിക്കുമായിരിക്കും. ഞാൻ എന്റെ കല്യാണം വിളിക്കാൻ വന്നതാ. അതിന് മോൻ എത്ര വയസ്സായി? ഈ വരുന്ന ഡിസംബറിൽ 23 ചേട്ടാ. 23-ാമത്തെ വയസ്സിൽ നീ എന്ത് ചെയ്യുന്നു? ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ പടികൾ കയറി ഇറങ്ങുന്നു, സപ്ലി ക്ലിയർ ചെയ്യാൻ. ഹലോ മൈ ഗൈ, നമ്മളിന്ന് ഫാമിലി സെറ്റപ്പിൽ മൂന്നാർ പോവാണ്. അറിഞ്ഞപ്പോ തന്നെ ഐശ്വര്യമായിട്ട് കാക്കണം. വണ്ടിയിൽ എല്ലാ മനുഷ്യന്മാരും കടന്നു. ഇന്ത്യമ്മ മാത്രം അമൃതങ്ങളിൽ വിളിച്ചുകൊണ്ട് കുത്തിരിക്കും. വണ്ടി കയറി പേടിച്ചുകൊണ്ട് സാസുകൂടി നേരെ പോകും. ഈ വീടിന് ചായ കുടിച്ചുകൊണ്ട് നമ്മളെ യാത്ര എനർജി വേണ്ടിട്ട് ഒരാളെ നീരും കൊടും കാറ്റിന്റെ നടുവിലാണ് നമ്മളെ റിസോർട്ട്. വണ്ടി കയറാത്തോണ്ട് നമ്മൾ ഇറക്കും. ആ പിന്നിൽ മാസിൽ വരുന്നതാണ് സൂപ്പർ വാന്റെ സൂപ്പർ തന്ത. നിന്റെ വീട്ടുകാർ ശരിയല്ലെന്നാണ് എന്റെ അമ്മ പറഞ്ഞത്. എന്റെ അമ്മ പറഞ്ഞതേ ഞാൻ കേൾക്കുള്ളൂ. സോറി, നമുക്ക് ബ്രേക്കപ്പ് ആവും. ഇത്ര നാൾ നിന്റെ തള്ള എവിടെ പോയിരുന്നു? അമ്മ ഉറങ്ങി കിടന്നു. ഐറ്റം തന്നെടാ, അതാ പൊടിയാ. അണ്ണാ മരിക്കും സംസാരിക്കും, ഇല്ല ഞാൻ കുറ്റിയടിച്ചു. ഫേക്ക് അക്കൗണ്ട് ഉണ്ടോ സ്വന്തമായിട്ട്? നിങ്ങളുടെ പേര് തന്നെയാണോ? പിന്നെ ഞങ്ങളുടെ പേരിലുണ്ടാക്കുന്നതിന് ഫേക്ക് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവാത്തല്ല, ഈ കൂട്ടത്തിൽ ഏറ്റവും ലുക്ക് നീരജ് മാധവ്, ഭയങ്കര ഗ്ലാമർ, ഒടുക്കത്ത റാപ്പിംഗ് സോങ്ങും പരിപാടിയും കാര്യങ്ങളും ഒക്കെ. എന്നിട്ട് സീൻ മോനെ ഒരു ലവ് സീൻ പോലും ഇല്ല.
ഈ ആഴ്ച 2 ഒരുത്തൻ ഞാൻ കൊടുക്കാം. അത് നീ ആവാതിരിക്കാൻ സൂക്ഷിക്കും. ഞാൻ കൊടുക്കും ഇയാൾക്ക് മുതലായിട്ട് വിശ്വാസിക്കാം. ഞാൻ കൊടുക്കും. നീ കൊടുക്കത്തില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ.